ഓക്കെ മക്കളെ, എടാ നീ നന്നായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് നിന്നെ സ്കൂളിൽ നിന്ന് വരെ പുറത്താക്കിയത്. അപ്പൊ ഈ SI സാർ എന്നോട് പറഞ്ഞു നിന്റെ മോനെ ഇവിടെ കൊണ്ടുവന്നാൽ ഞാൻ നന്നായിട്ട് പഠിപ്പിക്കാമെന്ന്. അപ്പൊ മക്കള് പഠിക്കുമോ? പഠിക്കാം. പാഠം 12. ഭൂമി അച്യുതന്റെ തണ്ടിലാണ് കറങ്ങുന്നത്. ഭൂമി അച്യുതന്റെ തണ്ടിലാണ് കറങ്ങുന്നത്. ഭൂമി അച്യുതന്റെ തണ്ടിലാണോ കറങ്ങുന്നത്? ഭൂമി അച്ഛന്റെ തണ്ടിലാണ് കറങ്ങുന്നത്. അല്ല കുഞ്ഞമ്മയുടെ തണ്ടിൽ. ആവശ്യമില്ലാത്ത പറയാം. എന്താണ് ഇങ്ങനെയാണോ കൊച്ചിനെ പഠിപ്പിക്കുന്നത്? പഠിപ്പിച്ചോളൂ അങ്ങോട്ട്. അടുത്തതായി നമുക്ക് വാക്യത്തിൽ പ്രയോഗിക്കാം. പട്ടിക വെച്ചിരിക്കുന്നു. ഞാൻ ഇന്നലെ ചന്തയിൽ പോയിട്ട് വരുന്ന വഴിക്ക് ആ റോഡ് സൈഡിൽ ഒരു പട്ടി കവച്ചിരിക്കുന്നു. ചെറുക്കൻ പറയുന്നത് അങ്ങനല്ല. പട്ടിക, മരത്തിന്റെ പട്ടികയില്ലേ, അതോരെടുത്ത് വെച്ചിരിക്കുന്നു. നേരെ മനസ്സിലാക്കി പഠിപ്പിക്കണോ. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ജനറൽ നോളജ് പഠിക്കാം. എടാ നമ്മുടെ വീടിന് തീ പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? വീട്ടു തീ. അപ്പൊ നമ്മളെ കാടിന് പിടിച്ചാലോ? കാട്ടു തീ. അപ്പൊ പുളിക്ക് തീ പിടിച്ചാലോ? പുളിത്തി. ആവശ്യമില്ലാത്ത എടോ, പുളിക്ക് തീ പിടിച്ചാൽ അപ്പൊ നമ്മൾ എന്ത് പറയും? പറ. ഇന്നലെ നമ്മള് ഹോട്ടലിൽ നിന്ന് പിടിച്ചൊരു പ്രതിയില്ലേ, അവനെങ്കിൽ വിളിച്ചോണ്ട് വന്നാ മതി. മക്കളെ ഇങ്ങ് വാ. SI മാവൻ പറഞ്ഞുതരാം. പുണാരമൊക്കെ അറിയാവോ? പുരാണമൊക്കെ അറിയാവോ? പുരാണത്തിൽ നിന്നൊരു ചോദ്യമാണ്. കണ്വാശ്രമത്തിലെ ശകുന്തള ദുഷ്യന്ത മഹാരാജാവിനെ കാണാൻ ചെന്നപ്പോൾ എന്ത് ധരിച്ചിരുന്നു? ടീച്ചർക്ക് ആരാ പഠിപ്പിക്കാൻ പോണേ? ഹലോ, ചെല്ലിനകത്ത് ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ കുഴപ്പമില്ല. ഇന്നലെ രാത്രി ഏതോ ഹോട്ടലിൽ കയറി മോട്ടിച്ചെന്നറിഞ്ഞു. അതെ, മോട്ടിച്ചു. എന്താണ് കാരണം? ആന 4 ദിവസം ആയ വല്ലതും കഴിച്ചിട്ട് ആഗ്രഹം. ബിരിയാണിയോ? എന്ത് ബിരിയാണി? ചിക്കൻ ബിരിയാണി. ഒരു പ്ലേറ്റ് ചിക്കൻ ബിരിയാണി തരട്ടെ. ചിക്കൻ ബിരിയാണി എടുത്തോണ്ട് പാടോ. ആ കറുത്തൊന്ന് അടിക്കുമോ? അയ്യോ അതെന്തിനാ? സൗകര്യത്തിനാണ് കഴിക്കുന്നത്. കഴിക്കാം. കഴിക്കുന്ന ഇറങ്ങാൻ വേണ്ടിട്ടല്ലേ? അയ്യോ പിന്നേടാ പോട്ടെ. അയ്യോ എന്തടാ ഇത്? എക്സ്റേ ഫിലിമാണ്. ഇവിടുന്ന് ടോർച്ചടിച്ച അപ്പുറം കാണാലോ. മക്കളെ, ഇത്രയൊന്നും നിനക്ക് ആവശ്യമില്ല കേട്ടോ. ഇതിനൊക്കെ ഒരു ഏട്ടെണ്ണം എടുത്തിട്ട് ആ ചിങ്കാരി മേളക്കാർക്ക് കൂടെ അവർ ചെണ്ടായിട്ട് പഠിക്കട്ടെ. അപ്പൊ വാ മക്കളെ. അയ്യോ വലിയ ഉപകാരം. സാറിന് പുണ്യം കിട്ടും. സാറിന്റെ ദൈവം അനുഗ്രഹിക്കും. സാറിന് വേണ്ടി ക്ഷേത്രത്തിൽ ഒരു അക്ഷര ഇതാ ഘടിപ്പിക്കുക. അതാണ് ഞാൻ ശരിക്കും. എന്റെ മക്കളെ കണ്ട, ഒരുത്തര് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ചിക്കൻ ബിരിയാണി മേടിച്ചു കൊടുത്ത കണ്ട. ഇതുപോലൊരു ചിക്കൻ ബിരിയാണി എന്റെ മോക്ക് ഞാനും മേടിച്ചാൽ എന്റെ ചക്കര കൊടുക്കും കേട്ടോ. മക്കളെ വിഷമിച്ചാൽ കേട്ടോ. അയ്യോടെ എടാ നീ കഴിക്കേ. അതാണ് എനിക്കങ്ങനെയൊന്നും ആര് എപ്പോ ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് എന്ത് ഇഷ്ടപ്പെടുന്ന സാധനമാണെങ്കിലും ഞാൻ മേടിച്ചു കൊടുക്കാം. അതാണ് എന്റെ സ്വഭാവം. നീ പുണ്യം കിട്ടും. ആയിക്കോട്ടെ, അനുഗ്രഹിക്കും. ആയിക്കോട്ടെ, അക്ഷര ആയിക്കോട്ടെ. ശരിക്കും അറിയത്തില്ല എന്നാ കഴിക്കട്ടെ സാറേ. ഭഗവാൻ ഈശ്വര. അയ്യോ മക്കളെ, നിന്റെ വീട് എവിടെയാ? രഘുവിന്റെ വീട്ടിന്റെ താഴെ. രഘുവിന്റെ വീട്ടിന്റെ താഴെ. അതിനെ താഴെ കൊണ്ട് വെച്ചേ. അച്ഛാ ആദ്യം താഴെയാണ് വെച്ചത്. എന്താണ് മേളി വെക്കാ? അയ്യോ താഴെ വെക്കാം. അയ്യോ മേളിൽ വെക്കാം. ഓക്കെ, കഴിക്കട്ടെ. ഞാൻ ഈശ്വര വശത്ത് 15 ദിവസം ആഹാരം കഴിച്ചിട്ട് ഈശ്വര ഭഗവാനെ സാറേ പുണ്യം കിട്ടി ദൈവം അനുഗ്രഹിക്കും. ക്ഷേത്രത്തിൽ അർച്ചന ആയിക്കോട്ടെ ഭഗവാനെ ഈശ്വര. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉള്ള കാര്യം, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചേട്ടൻ, ചേച്ചി, അച്ഛൻ, അമ്മ. ചേച്ചി എന്ത് ചെയ്യുന്നു? ഓട്ടോറിക്ഷ ഓടുന്നു. അയ്യോടാ, എന്റെ മക്കള് കാര്യങ്ങൾ ചോദിച്ചെന്നേ ഉള്ളു കേട്ടോ. അവന്റെ വിചാരം അവനത് കഴിക്കാന്ന്. പക്ഷെ SI സാറ് അവനെ കൊണ്ട് കഴിപ്പിക്കത്തില്ല. അതാണ് അവനുള്ള ശിക്ഷ. നിനക്കുള്ള ശിക്ഷ ഇനിയുണ്ട്. മിണ്ടാൻ പഠിച്ചോളാം. ചിക്കൻ ബിരിയാണി എടുത്ത് കളിക്കുന്നോ? കഴിക്കാൻ കൊണ്ടുവന്നല്ലേ? സമ്മതിക്കണ്ടല്ലോ കഴിക്കാൻ ഞാൻ. അയ്യോ എന്താണ് ഇത്? ഗിത്താറിന്റെ കമ്പിയോ?
ഒന്നും ഇപ്പൊ കിട്ടാറില്ല മക്കളെ. ഒരു 2 എണ്ണം വലിച്ചൂരി ഞാൻ ഒരു പാട്ട് വായിച്ചു തരട്ടെ. ഇങ്ങടോ ഇങ്ങടോ നീ കഴിക്ക്. നീ ചിക്കൻ ബിരിയാണി എടുത്ത് വെച്ചോട്ട് കഴിച്ചോണ്ടിരിക്കുന്ന കഴിക്കാൻ കൊണ്ടുപോകല്ലേ? സമ്മതിക്കട്ടെ കഴിക്കാൻ ചായ ഇപ്പൊ കഴിച്ചാൽ നിന്റെ ചെവിയിലാണോ? ഇതുവഴി ഇറങ്ങുമെന്ന് വിചാരിച്ചില്ല. എന്താ കഴിച്ചാൽ അങ്ങനെ കായ ഇന്നാ പിടിയാ. ആഹാ ഞാൻ പറഞ്ഞ എന്താണ് തൃപ്തിയായി? മതിയായി കണ്ടല്ലോ മക്കളിങ്ങി വരൂല. മക്കളെ എന്റെ അടുത്ത് വേണം വരത്തില്ല. എന്താണ് എന്റെ അടുത്ത് വന്നാൽ കാര്യമായിട്ട് ഞാൻ മാന്യമായിട്ടാണ് ഞാൻ പറയണ കേട്ടാ. എന്റെ കറക്റ്റായിട്ടുള്ള നിനക്കുള്ള സ്വഭാവം അറിയാത്തോണ്ടാണ് എന്റെ അടുത്തോണ്ട്. ഇവന് DPP ഒക്കെ അറിയാവോ? സാറേ ഞാൻ അപ്പിഹിപ്പിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പിഹിപ്പി അല്ലടോ ബോബനും മോളിയും മക്കളെ കൊണ്ട് കലങ്ങി തെളിഞ്ഞു. അങ്ങോട്ട് ഇരിക്കുന്നത് ആയിക്കോട്ടെ. DPP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തികളിലൂടെ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സമ്പ്രദായമാണ് DP. ഉദാഹരണത്തിന് ഞാൻ പാട്ടിലൂടെ നിന്റെ അടുത്ത് ചോദ്യം ചോദിച്ചാൽ നീ പാട്ടിലൂടെ തന്നെ അതിന്റെ മറുപടി പറയണം. അപ്പൊ പാട്ടിലൂടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പാട്ടിലൂടെ ഞാൻ മറുപടി പറയണം. പറയോ? ഓക്കെ. ആ കാണുന്നത് സൂര്യനോ ചന്ദ്രനോ പറയട പൊന്മകനേ. സൂര്യനുമല്ല ചന്ദ്രനുമല്ല സുരേന്ദ്രനാ സാറേ. എന്താ മുകളിലെ ചെറിയും പന്ത് താഴെ വരുന്നത്? മുകളിലാരും കളിക്കാനില്ല അതുകൊണ്ടാ സാറേ. എന്തിനാ കുഞ്ഞെ മരങ്ങൾ നമ്മൾ നട്ടു വളർത്തണത്? അതിന് തനിയെ നട്ടു വളരാൻ പറ്റാത്തത് കൊണ്ട്. മണ്ണൊലിപ്പ് തടയാനാണടമടയാ മരം വളർത്തണത്. അപ്പൊ മുകൊലിപ്പ് തടയാനാണോ സാറേ മീശ വളർത്തണത്? പറയാൻ നീ ഇപ്പൊ റെഡിയായിട്ടോ? വരുന്നൊരു വാക്ക് പറങ്കി മാങ്ങാ തന്നാ സാറേ അതിനുത്തരം സാറേ. പറങ്കി മാങ്ങയിലെവിടാ കുഞ്ഞേ കാ വരുന്നത്? അതിന്റെ താഴെ തൂങ്ങണതെന്താ ആയല്ലേ സാറേ? സ്നേഹവും പ്രേമവും തമ്മിലുള്ള വ്യത്യാസം പറയാമോ കുഞ്ഞേ? സാറ് ഞങ്ങളോട് കാണിക്കുന്നത് സ്നേഹം സുസിയോടോ പ്രേമം? സൂസി മറ്റേ വനിതാ കോൺസ്റ്റബിൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വനിതാ കോൺസ്റ്റബിൾ ചെല്ലിനകത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും. അത് വേറൊന്നുമല്ല. ഞാനും സൂസിയും കൂടെ വനിതാ പോലീസ് ഞങ്ങൾ രണ്ടോട് സെല്ലിനകത്തോ അല്ല മരപ്പട്ടിയോ പാമ്പോ പഴുതാരോ വല്ലതും ഉണ്ടോന്നൊക്കെ വെറുതെ ചെക്ക് ചെയ്യായിരുന്നില്ലേ സാറേ? സൂസിയുടെ മടിക്കടന്നാണോ പാമ്പും പഴുതാരൊക്കെ നോക്കുന്നത്? ഞാൻ മാന്യമായിട്ട് പറഞ്ഞത്. ഞാടാ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇരിക്കട്ടെ. ഈ ഒരു കണക്ഷൻ നീ വേറെ ആരടുത്തും പറയാതിരുന്ന നിനക്ക് ഞാനൊരു സമ്മാനം തരും. എന്നാ സാറേ സമ്മാനം? നീ ഞെട്ടരുത്. 100 രൂപ. എത്ര? 100 രൂപ. ആയിരിക്കും സാറിന്റെ 100 കുണുവ. ഇങ്ങനെയുള്ള കാര്യത്തിന് സാറിനോട് പറഞ്ഞിരിക്കാൻ സാറിന്റെ ഭാര്യ എനിക്ക് 200 രൂപയാ വരുന്നത്.